ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മോമി റെസിപ്പീസ്. അപ്പോൾ ഇനി ഷെയർ ചെയ്യാൻ പോകുന്നത് വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്തിട്ട് നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള മാംഗോ കുൽഫീൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് പാലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് 1/3 കപ്പോളം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ പാല് അപ്പോൾ ഞാൻ 2 കപ്പാണ് പാൽ എടുത്തിട്ടുള്ളത്. ഇതൊരു 1.5 കപ്പാക്കിയിട്ട് കുറുക്കിയെടുക്കുക. നല്ല പോലെ ഒന്ന് കുറുക്കിയെടുക്കുക. നമ്മൾ ക്രീമും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നല്ല പോലെ ഒന്ന് കുറുക്കിയെടുക്കുക. അപ്പോൾ ഞാനിവിടെ പാല് നല്ലപോലെ കുറുക്കിയിട്ട് ഒരു 1.5 കപ്പാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ ഒന്ന് തണുപ്പിച്ചെടുക്കണം. നല്ലോണം ചൂടൊക്കെ വിട്ടു പോകണം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായാൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ 1 കപ്പോളം നല്ല പഴുത്തിട്ടുള്ള മാങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സർ ഗ്രൈൻഡറിലോട്ട് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ മാങ്ങ നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുറുക്കിയെടുത്തിട്ടുള്ള 1.5 കപ്പ് പാല് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. നല്ല തണുത്ത പാലാവണം, ചൂടൊന്നും ഉണ്ടാകാൻ പാടില്ല. ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്നുകൂടെ നല്ലോണം ഗ്രൈൻഡ് ചെയ്തെടുക്കുക. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് മധുരം ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ മധുരം ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാനിതാ ഇങ്ങനൊരു മോൾഡിലോട്ടാണ് ആക്കി കൊടുക്കുന്നത്. എൻ്റെ കയ്യിൽ ഇങ്ങനൊരു മോൾഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിലോട്ട് മാറ്റി കൊടുക്കുകയാണ്. ഇനി ഇത് ഫ്രീസറിൽ വെച്ചിട്ട് നല്ലപോലെ തണുപ്പിച്ചെടുക്കുക. ഒരു 6-8 മണിക്കൂറോളം അല്ലെങ്കിൽ ഒരു ഓവർനൈറ്റ് ഫ്രീസറിൽ വെച്ചിട്ട് നല്ലപോലെ തണുപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ കുൽഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. മാത്രമല്ല സിമ്പിൾ മെത്തേഡും ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ ഇനിയും ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസിനായിട്ട് മോമി റെസിപ്പീസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.